നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ചരിത്രപരമായി ഏറ്റവും സ്വാധീനം ചെലുത്തിയതുമായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർ ചേർന്ന് രൂപീകരിച്ച ഈ സംഘടന തുടക്കത്തിൽ ഭരണപരമായ പരിഷ്കാരങ്ങൾക്കായുള്ള ഒരു വേദിയായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ, പ്രത്യേകിച്ച് 1915 മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതോടെ കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ ദേശീയ പ്രക്ഷോഭങ്ങളിലൂടെ കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശയ കേന്ദ്രമായി മാറി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഏകീകൃത ശക്തിയായി കോൺഗ്രസ് വളർന്നു വന്നു. ഇത് പാർട്ടിയുടെ വളർച്ചയുടെയും തേജസിന്റെയും ഒന്നാം ഘട്ടമായിരുന്നു. എന്നാൽ കാലങ്ങൾ എത്രയോ കടന്നുപോയി. കോൺഗ്രസിന്റെ പ്രതാപം പതിയെ പതിയെ ഇല്ലാതായി. എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചത്? ഇന്ന് നമ്മൾ നോക്കുന്നത് കോൺഗ്രസിന്റെ ആ ചരിത്രത്തെ കുറിച്ചാണ്. കോൺഗ്രസിന്റെ ചരിത്രം സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പറയാതിരിക്കുക, അല്ലെ? അതിലേക്ക് വരാം. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യം ഭരിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തിന്റെ പിൻബലത്തിൽ 1950കളിലും 60കളിലും കോൺഗ്രസ് രാഷ്ട്രീയം ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആധിപത്യമാണ് സ്ഥാപിച്ചത്. വിവിധ ജാതി, മത, വർഗ, മേഖല എന്നിവയിൽ നിന്നുള്ളവരെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന എന്ന നിലയിൽ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ കാഴ്ചപ്പാടുകൾ രാജ്യത്തിന്റെ നയങ്ങൾക്ക് വലിയ ദിശാബോധവും നൽകി. എന്നാൽ 1964 നെഹ്റുവിന്റെ മരണശേഷം പാർട്ടിയുടെ വളർച്ച തളർച്ചയിലേക്ക് വഴിമാറി തുടങ്ങി. 69 ഇന്ദിരാഗാന്ധി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ കൂട്ടായ്മയായ സിൻഡിക്കേറ്റിനെതിരെ നീങ്ങി. പാർട്ടിയെ പിളർത്തിയതോടെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ അവിടെ തലപൊക്കി തുടങ്ങി. ഇതിലൂടെ അടിത്തട്ടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പുകളും പ്രാദേശിക നേതാക്കളുടെ വളർച്ചയും കുറയുകയും ഹൈക്കമാൻഡ് എന്ന കേന്ദ്രീകൃത നേതൃത്വത്തിലേക്ക് അധികാരം ചുരുങ്ങി പോവുകയും ചെയ്തു. വ്യക്തിപരമായ ആരാധനയും കുടുംബാധിപത്യവും പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തി. 1980കളോടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലും പ്രാദേശിക താല്പര്യങ്ങൾ ഉയർത്തിക്കാട്ടി പ്രാദേശിക പാർട്ടികൾ ശക്തിമായതിനാലും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച സംഭവിച്ചു. 1989 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ ഇന്ത്യൻ രാഷ്ട്രീയം സഖ്യകക്ഷി ഭരണത്തിലേക്ക് വഴിമാറി. ഈ ഘട്ടത്തിൽ BJP, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച കോൺഗ്രസിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി. ശക്തമായ പ്രത്യയശാസ്ത്രത്തിലും സംഘടനാ ശേഷിയിലും ഊന്നിയ BJP കോൺഗ്രസിന്റെ പ്രധാന എതിരാളിയായി വളർന്നു വന്നു. 2004ലും 2009ലും സഖ്യത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നുവെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്രീകൃതമായ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. 2014ലെയും 2019ലെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയം പാർട്ടിയുടെ തളർച്ചയുടെ ആഴം വെളിവാക്കുന്നു. നേതൃപരമായ അവ്യക്തത, സംഘടനാ സംവിധാനത്തിലെ കെടുകാര്യസ്ഥത, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കാനുള്ള കഴിവില്ലായ്മ എന്നിവയാണ് ഈ തളർച്ചയുടെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ആദ്യകാല നിർമ്മിതിക്കും കാരണമായ ഒരു മഹാപ്രസ്ഥാനം ആഭ്യന്തര പ്രശ്നങ്ങളെയും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയാതെ വന്നപ്പോൾ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് പിന്നോട്ട് പോകേണ്ടതായി വന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന സ്ഥാനം മറ്റൊന്നിനും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്നും കോൺഗ്രസ് എന്നാൽ ഇന്ത്യയുമെന്നുമുള്ള ഒരു ചിന്താഗതി പതിറ്റാണ്ടുകളോളം ഇവിടെ നിലനിന്നിരുന്നു. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നയിച്ച പ്രസ്ഥാനം സ്വാതന്ത്ര്യാനന്തരം ഒരു ഭരണകൂടമായി പരിണമിച്ചപ്പോൾ അതിന്റെ ചരിത്രപരമായ വിശ്വാസ്യതയും അതുപോലെ തന്നെ നെഹ്റുവിന്റെ ശക്തമായ വ്യക്തിപ്രഭാവവും പാർട്ടിയെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാക്കി മാറ്റി. എന്നാൽ ഇന്ന് രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളിൽ ഒന്ന് അതിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ തളർച്ചയുടെ മൂലകാരണം തേടേണ്ടത് അതിന്റെ ആന്തരിക ഘടനയിലാണെന്ന് പറയാതെ വയ്യ. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മക്കൾ വാഴ്ചയുടെ അതിപ്രസരം തന്നെയാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന പങ്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ലെങ്കിലും 1964 നെഹ്റുവിന്റെ മരണശേഷം പാർട്ടിയിൽ വ്യക്തിപരമായ അധികാര കേന്ദ്രീകരണം ആരംഭിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത് പാരമ്യത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം ദുർബലമാക്കപ്പെട്ടു. സംസ്ഥാനങ്ങളിൽ ശക്തരായ പ്രാദേശിക നേതാക്കളെ വളർത്തുന്നതിനു പകരം
കേന്ദ്ര നേതൃത്വത്തോട് വിധേയത്വം പുലർത്തുന്നവരെ തെരഞ്ഞെടുത്തു. തൽഫലമായി പ്രാദേശിക താല്പര്യങ്ങൾക്കും ജനവികാരങ്ങൾക്കും അനുസരിച്ച് വളരേണ്ടിയിരുന്ന നേതാക്കളുടെ വളർച്ച മുരടിക്കുകയും എല്ലാ തീരുമാനങ്ങൾക്കും ഹൈക്കമാൻഡിനെ, അതായത് ഗാന്ധി കുടുംബത്തെ ആശ്രയിക്കുന്ന ഒരു സംസ്കാരം പാർട്ടിക്കുള്ളിൽ വളർന്നു വരികയും ചെയ്തു. ഇത് കോൺഗ്രസിന്റെ വളർച്ചയെ ദോഷകരമായി ബാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്ക് സ്വാഭാവികമായോ അനിവാര്യമോ ആയ അധികാരം ലഭിച്ചപ്പോൾ താഴെത്തട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ പ്രവർത്തകർക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത നന്നേ കുറഞ്ഞു. ഇത് പാർട്ടിയുടെ സംഘടനാപരമായ കെട്ടുറപ്പിനെ ദുർബലമാക്കി എന്നതാണ് മറ്റൊരു സത്യം. പൊതുജന മധ്യത്തിൽ ഒരു പ്രത്യേക കുടുംബത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന പാർട്ടിയായി കോൺഗ്രസ് ചിത്രീകരിക്കപ്പെട്ടു. മറ്റ് പാർട്ടികൾ പുതിയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് തുടർന്നും ഒരേ കുടുംബത്തെ ആശ്രയിച്ചത് പാർട്ടിയുടെ പ്രസക്തി കുറയാൻ കാരണവുമായി. ശക്തമായ നേതൃത്വ പ്രതിസന്ധി നേരിടുമ്പോഴും കുടുംബാധിപത്യത്തിന്റെ നിഴലിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത് പുതിയ കാലത്തെ രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടുന്നതിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി എന്ന് വേണം പറയാൻ. മക്കൾ വാഴ്ചയെ ന്യായീകരിക്കുന്നവർ സ്വാതന്ത്ര്യ സമര പാരമ്പര്യം ഉയർത്തിക്കാട്ടുമ്പോൾ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് പാരമ്പര്യത്തെക്കാൾ സമകാലീന പ്രസക്തിയും സംഘടനാ ശേഷിയുമാണെന്നത് ഓർക്കുക. ഈ വിഷയത്തിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ഒരു കാലത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയെ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസ് ഇന്നൊരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ചുരുങ്ങിയതോടെ ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് കോൺഗ്രസിൽ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിലെ മക്കൾ വാഴ്ചയുടെ ദോഷഫലങ്ങളുടെ ഏറ്റവും വലിയ മികച്ച ഉദാഹരണമായി കോൺഗ്രസിന്റെ ഇന്നത്തെ തളർച്ചയെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയാം. കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. അവർ രണ്ട് പ്രധാന മേഖലകളിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന്, സംഘടനാപരമായ നവീകരണം കോൺഗ്രസ് നടത്തണം. ഗാന്ധി കുടുംബത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് പറയാനുള്ളത്. കുടുംബത്തിന് പുറത്തുള്ള പ്രാദേശികമായി സ്വാധീനമുള്ള നേതാക്കൾക്ക് പ്രാധാന്യം നൽകേണ്ട കാലമായിരിക്കുന്നു. ഇത് സാധാരണ പ്രവർത്തകരിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്തുകയും പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യം ശക്തിപ്പെടുകയും ചെയ്യും. മറ്റൊരു കാര്യം അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ്. സംസ്ഥാന തലത്തിലും മണ്ഡല തലത്തിലും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം. BJPയുടെ കേഡർ സംവിധാനത്തെ പോലെ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുകയും വേണം. പ്രത്യയശാസ്ത്രപരവും നയപരവുമായ വ്യക്തത ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. മാത്രവുമല്ല, പുതിയ അജണ്ടയും യുവജനങ്ങളെയും മധ്യവർഗത്തെയും ആശ്രയിക്കുന്ന തൊഴിലവസരങ്ങൾ, സാമ്പത്തിക വളർച്ച, സാമൂഹിക നീതി എന്നിവയിലൂന്നിയ ശക്തമായ നയപരിപാടികൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സഖ്യങ്ങളും ഉണ്ടാക്കണം. പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളോട് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. അതിനാൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലും ഫലപ്രദമായ സഖ്യങ്ങൾ രൂപീകരിക്കുകയും ആ സഖ്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടിയെ സജ്ജമാക്കുകയും ചെയ്യണം. ഭരണവിരുദ്ധ വികാരം ഉപയോഗിക്കുകയും കോൺഗ്രസ് ചെയ്യണം. അതായത് നിലവിലെ ഭരണകൂടത്തിന്റെ പോരായ്മകൾ, അതായത് BJPയുടേത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് ഒരു വിശ്വസനീയമായ ബദൽ തങ്ങളാണെന്ന് തെളിയിക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോഴും രാജ്യവ്യാപകമായ ഒരു അടിത്തറയുണ്ട്. അത് വർഷങ്ങളായിട്ട് അവർ നേടിയെടുത്തതാണ്. എന്നാൽ അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ആന്തരികമാണ്. നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ അത് മക്കൾ വാഴ്ചയുടെ പിടിയിൽ നിന്ന് പുറത്തു വന്ന് ശക്തരായ പ്രാദേശിക നേതാക്കളെ വളർത്തിയെടുത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ ജനാധിപത്യ പാർട്ടിയായി മാറുമ്പോൾ മാത്രമാണ്. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് തന്നെയാണ്, പഴയ പ്രതാപത്തോടെ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും എത്താം. നന്ദി.